ആലങ്കോടാണ്. ആലങ്കോട് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആറ്റിയിൽ നിന്ന് കൊല്ലത്ത് പോകുന്ന വഴിക്കുള്ള ആ ഒരു മട്ടൺ സെൻറ്റർ കൂടെയാണ് ആലങ്കോട്. ഇവിടെ ഡിവൈഡറുണ്ട്, ഹൈമാസ്ക് ലൈറ്റ് ഉണ്ട്, ഒരുപാട് എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഹൈമാസ്ക് ലൈറ്റ് കത്തുന്നില്ല. ഒരുപാട് വണ്ടികൾ രാത്രി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നാണ് നാട്ടുകാർ. നമുക്ക് നാട്ടുകാരെ ചോദിക്കാം. സന്ധ്യ ആയി കഴിഞ്ഞാൽ വല്ല ഭയങ്കര ട്രാഫിക് ജാമാണ്. എപ്പോഴും വണ്ടി തട്ടയും മുട്ടയൊക്കെ ഇവിടെ ഉണ്ട്. പോലീസൊന്നും ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ കൊണ്ട് ആക്ച്വലി തന്നെ ആൾക്കാർ കൊണ്ടുപോകുമ്പോഴാണ് പോലീസൊക്കെ വരുന്നത്. പിന്നെ ലൈറ്റും കാണൂല. കൂടെ ഹൈമാസ്ക് ഇല്ല, ചുമ്മാ നിർത്തിയിരിക്കുകയാണ്. അല്ല, ഇത് വെച്ചപ്പോൾ പണി കഴിഞ്ഞ് പിന്നെ കത്ത് എന്ന് പറയുന്നത് ഇല്ല. നിരവധി പ്രാവശ്യം ഇത് ഒന്നല്ല, ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിപ്പെട്ട ഭാഗത്ത് 2 ലൈറ്റ്. കൂരിരുട്ടാണ് ആലങ്കോട്. ഏറ്റവും വലിയ വരുമാനം കൊണ്ടുപോകുന്ന സ്ഥലമാണ് ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ കൊണ്ടുപോകുന്ന പൈസയ്ക്ക് ആനുപാതികമായിട്ട് എങ്കിലും ഇവിടെ ഒരു വികസനം കൊണ്ടുവരണ്ടേ? അത് മുനിസിപ്പാലിറ്റിയുടെ ബാധ്യതയല്ലേ? അവിടെ ഇരിക്കുന്ന ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇന്നല്ല, പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർക്ക് ഈ ലൈറ്റ് കേടായപ്പോഴത്തേക്ക് നിങ്ങൾ ഇത് അന്വേഷിച്ചോ ചെയ്തോ? ഇതിവിടെ നമ്മുടെ വ്യാപാരി വ്യവസായ സുലൈമാൻ ഇവിടെ നിരാഹാരം വരെ കിടന്ന് കത്തിക്കാൻ വേണ്ടി. അപ്പം കിടന്നപ്പോൾ എന്തായി? എന്നാൽ പിന്നെ അവൻ കിടന്നെണീക്കുന്ന കാലത്ത് സർക്കാരിൻ്റെ നയമാണല്ലോ ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നവർ. കാരണം ഇടി വെട്ടിയാലും കണ്ണു തുറക്കൂല എന്നുള്ള ഒരിതാണ്. ഒരാളൊരു സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രതിഷേധമാണ് സമരം ചെയ്യാനുള്ള നാട്ടിൻ്റെ എല്ലാവരും. അല്ല, എവിടെ നിന്ന് കത്തിച്ചിട്ടില്ല. ഈ ഡിവൈഡറിലേക്ക് രാത്രി ഇടിച്ചു തരണം. അല്ല, ഉണ്ട്. കാരണം എന്ന് പറയുന്നത് 2 മൂലയും നേരെ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് കൊല്ലത്തോട്ട് പോയാലും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോയാലും ഈ സെൻറ്ററിലാണ്. ഈ ഡിവൈഡർ ആവശ്യമില്ല ആലങ്കോട്. യഥാർത്ഥം പറയുകയാണെങ്കിൽ ചിലപ്പം കത്തും, ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യൂല എന്ന അവസ്ഥയാണിത്. ചിലപ്പോൾ കത്തും, ചിലപ്പോൾ കത്തൂല. ആലങ്കോട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന സ്ഥലം പൂവമ്പാറ പാലത്തിന് ഇപ്പുറത്തോട്ട് 2ാം തരമായിട്ട് കാണുന്ന മുനിസിപ്പാലിറ്റി. ഇത് വെട്ടിമുറിച്ചിട്ട് ഇപ്പം നമുക്ക് നിയമമുണ്ട്. ഈ വാർഡും മറ്റ് 3 പഞ്ചായത്തും കൂടെ ചേർത്തെടുത്താൽ നല്ല അടിപൊളി ഒരു പഞ്ചായത്ത് ഇവിടെ കൊണ്ടുവരാം. നിയമനിർമ്മാണത്തിൽ കൂടി കൊണ്ടുവരാൻ കഴിയും. അതായത് കോടതി ഇതിന് ഉദാഹരണം ഉമ്മൻചാണ്ടി അന്ന് വിഭജനം കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് തോന്നിയ പോലെ കൊണ്ടുവരാനല്ല, നിങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം ചെയ്യാൻ. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. നിയമനിർമ്മാണം ചെയ്ത് ഇവരൊരു പഞ്ചായത്താക്കിയാൽ ഈ ആലങ്കോടിൻ്റെ വികസനം എവിടെ എത്തുമെന്ന് അറിയാമോ? പക്ഷേ അതെന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി അനുവദിക്കുന്നില്ല?